ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സ്വപ്നങ്ങളെ കുറിച്ചാണ്. ഞാൻ ജെബി, സർട്ടിഫൈഡ് ലൈഫ് കോച്ച്, റിലേഷൻഷിപ്പ് ആൻഡ് മൈൻഡ് സെറ്റ് കോച്ച്. നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ട് അല്ലേ? ചിലത് വലിയ സ്വപ്നങ്ങളാകാം, ചെറിയ സ്വപ്നങ്ങളാകാം, സ്വന്തം കുടുംബമായി സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാകാം, അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം സഹായിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക. അങ്ങനെ നമുക്ക് ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോരോ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലരുടെ സ്വപ്നങ്ങളെല്ലാം പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്നു. മറ്റു ചിലർ സ്വപ്നം കാണുന്നു, പക്ഷെ അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. എന്തായിരിക്കാം കാരണം? അതിന് പ്രധാനപ്പെട്ട കാരണം, അവർ സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ അവരുടെ വികാരങ്ങളും ചിന്തകളും ഊർജവും എല്ലാം ആ സ്വപ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് വിജയിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ ദിവസം മുഴുവൻ മനസ്സിൽ ചിന്തിക്കുന്നത് എനിക്ക് സാധിക്കുമോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ, അഥവാ ഞാൻ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സൊരു ദിശയിലേക്കും ലക്ഷ്യം മറ്റൊരു ദിശയിലേക്കുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സക്സസ് ആയി മുൻപോട്ട് പോകുവാൻ സാധിക്കും? ഒരു കർഷകൻ വിത്തിട്ട് അടുത്ത ദിവസം മുതൽ വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്നില്ല. അവൻ ദിവസവും അതിന് വെള്ളം നൽകും, പരിപാലിക്കും, ക്ഷമയോടെ കാത്തിരിക്കും. അങ്ങനെ തന്നെയാണ് സ്വപ്നങ്ങളും. ആദ്യം മനസ്സിൽ വിത്ത് നടണം, പിന്നീട് അതിനെ പോസിറ്റീവ് ചിന്തകളിലൂടെ പരിപോഷിപ്പിക്കണം. നമ്മൾ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിച്ചേക്കണം. അപ്പൊ നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ കിട്ടി എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ആ പൈസ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു ആ പൈസ നമ്മൾക്ക് കിട്ടിയെന്ന്. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ കിട്ടിയെന്ന്, നമ്മുടെ ആ ലക്ഷ്യം നമ്മൾ നേടിയെടുത്തു എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വപ്നം കാണാൻ ഭയപ്പെടേണ്ടതില്ല. അപ്പൊ എല്ലാവരും സ്വപ്നം കാണൂ, വിശ്വസിക്കൂ, പ്രവർത്തിക്കൂ, പതുക്കെ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പൊ കൂട്ടുകാരെ, എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.